Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, we can continue our class. Take page number 19. Okay, in the last class we discussed the profile of Stephen Hawking. Okay, then next. By the time he was 8, he was thinking seriously about becoming a scientist. Frank Hawking encouraged his son to follow him into medicine, but Stephen found biology too imprecise. He wanted a subject in which could look for exact answers and get to the root of things. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അച്ഛൻ ആഗ്രഹം എന്തായിരുന്നു? മെഡിസിൻ ആയിരുന്നു. പക്ഷേ സ്റ്റീഫൻ ആഗ്രഹിച്ചത് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, യങ് സ്റ്റീഫൻ വാസ് നോ പ്രൊഡിഗി. പ്രൊഡിഗി മീൻസ് ജീനിയസ്. അപ്പോൾ അത്ര വലിയൊരു ജീനിയസ് ഒന്നും ആയിരുന്നില്ല ആര്? നമ്മുടെ സ്റ്റീഫൻ. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. ഒരു സാധാരണ ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു ആര്? സ്റ്റീഫൻ ഹോക്കിംഗ്. ആൻഡ് സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. സ്ലോ, വളരെ സ്ലോ ആയിരുന്നു. ഇൻ ലേണിംഗ്, പഠിക്കാൻ. ടു റീഡ്, വായിക്കാനൊക്കെ വളരെ സ്ലോ ആയിരുന്നു. ഹിസ് ഹാൻഡ് റൈറ്റിംഗ്, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, കയ്യെഴുത്ത് എങ്ങനെയായിരുന്നു? ദ ഡിസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. അവരുടെ ടീച്ചേഴ്സിന് അത്ര വലിയ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. പിന്നെയോ, ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഹിസ് ക്ലാസ്. അതുപോലെ അവൻ്റെ ക്ലാസ്സിലെ റാങ്കുകളിൽ ഫസ്റ്റ് റാങ്കിലൊന്നും ആയിരുന്നില്ല, പകുതിയിലൊക്കെയാണ് ആര് ഉണ്ടായിരുന്നത്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടായിരുന്നത്. ദെൻ ദോ ഹി നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫെൻസ്, ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്. എങ്കിലും അവന് ഒരു ബ്രൈറ്റ് ക്ലാസ്സിൽ നല്ല ഗ്രൂപ്പിലാണ് പെട്ടിട്ടുള്ളത്. എ ക്ലാസ്, ബി ക്ലാസ് അങ്ങനെ പറയൂലേ. അതായത് പിന്നെ നമ്മൾ എ കിട്ടുന്നവരെ ഒരു ഗ്രൂപ്പാക്കും, ബി കിട്ടുന്നവരെ ഒരു ഗ്രൂപ്പാക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറ്റ ലോ ആയിരുന്നില്ല, ഒരു ബ്രൈറ്റ് ക്ലാസ് ആയിരുന്നു. ദെൻ അറ്റ് 14, 14 വയസ്സിൽ സ്റ്റീഫൻ ന്യൂ ദാറ്റ് ഹീ വുഡ് പെർസ്യൂ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. സ്റ്റീഫൻ തിരിച്ചറിഞ്ഞു എന്തിന്? അദ്ദേഹത്തിൻ്റെ മാത്സിനോടും ഫിസിക്സിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അയാൾ അറിഞ്ഞു, സ്റ്റീഫൻ അറിഞ്ഞു. ഹിസ് ഫാദർ കോൾഡ് ഹിസ് ഇംപ്രാക്ടിക്കൽ ഫോർ ദർ വെർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. പക്ഷെ അപ്പോഴൊക്കെ ഇതിന് പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ അച്ഛൻ അതിനെ തടഞ്ഞിരുന്നു. ഹിസ് ഫാദർ കോൾഡ്, അവൻ്റെ അച്ഛൻ വിളിച്ചത് എന്താണ്? ഇംപ്രാക്ടിക്കൽ ഫോർ ദർ വെർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. ടീച്ചിങ് അല്ലാതെ, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല എന്നായിരുന്നു ആര് പറഞ്ഞത്? അച്ഛൻ സ്റ്റീഫനോട് പറഞ്ഞത്. ദെൻ മോർ ഓവർ, മാത്രമല്ല, ഹി വാണ്ടഡ് ഹിസ് സൺ ടു അറ്റൻഡ് ഹിസ് ഓൺ കോളേജ്. മാത്രമല്ല, അച്ഛൻ ആഗ്രഹിച്ചിരുന്നു മകൻ തൻ്റെ കോളേജിൽ തന്നെ പഠിക്കണമെന്നും. ആൻഡ് ഓക്സ്ഫോർഡ് ഓഫേർഡ് നോ മാത്തമാറ്റിക്സ്. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അച്ഛൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ എന്തില്ല? മാത്തമാറ്റിക്സ് ഇല്ല. പക്ഷേ അച്ഛൻ തൻ്റെ കോളേജിൽ തന്നെ പഠിക്കണമെന്ന്, മകൻ പഠിക്കണമെന്ന് അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ചു. അങ്ങനെയാണല്ലോ അല്ലേ? അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കണം. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ്റെ ഉപദേശം ആര് സ്വീകരിച്ചു? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് സ്വീകരിച്ചു. ആൻഡ് സ്റ്റഡീഡ് കെമിസ്ട്രി. എന്നിട്ട് പഠിച്ചത് ഏതാണ്? കെമിസ്ട്രി പഠിച്ചു. ഫിസിക്സും പഠിച്ചു. ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്. അപ്പോൾ അതിൽ സബായിട്ട് എന്തുണ്ടായിരുന്നു? മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു. ആ മാത്തമാറ്റിക്സും പഠിച്ചു. ഇൻ പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് ഇൻ ടു ഓക്സ്ഫോർഡ്. എന്നിട്ട് ഓക്സ്ഫോർഡിലെ എൻട്രൻസിന് പ്രിപ്പറേഷനും നടത്താൻ തുടങ്ങി. ഹി ഡിഡ് വെൽ ഇൻ ഫിസിക്സ് നന്നായിട്ട് ചെയ്തു. ആൻഡ് ഇൻ്റർവ്യൂ വാസ് ബ്രില്യൻ്റ്ലി ആക്സെപ്റ്റഡ്. അങ്ങനെ അവൻ്റെ ഇൻ്റർവ്യൂ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, അവനെ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ഇൻ 1959, അറ്റ് ദ ഏജ് ഓഫ് 17, 17 വയസ്സിൽ. ശ്രദ്ധിക്കുക, അറ്റ് 14 എന്ന് പറയുമ്പോൾ 14 വയസ്സാണ്. അപ്പോൾ 14 വയസ്സെന്ന് പറയുമ്പോൾ ഏത് ഇയർ ആയിരിക്കും? ഇവിടെ 17 വയസ്സ് 1959 ആണ് അല്ലേ? അപ്പോൾ 1959 നിന്ന് ഒരു 3 കുറച്ച് കഴിഞ്ഞാൽ
56 ആണ് 14th ഏജ് വരിക. അത് ടീച്ചർ പറയാനുള്ള കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫ് ഹിസ്റ്ററി എഴുതാൻ പറയുന്നുണ്ട് നിങ്ങളോട്. അപ്പോൾ അതിൽ നിങ്ങൾ അതൊക്കെ എഴുതേണ്ടി വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 1956 ആണ് 14th ഏജ്, 14ാമത്തെ വയസ്സ്. ദെൻ 1959 അറ്റ് ദ ഏജ് ഓഫ് 17 ഹോക്കിംഗ് വെൻറ്റ് ടു ഓക്സ്ഫോർഡ്. അങ്ങനെ ഓക്സ്ഫോർഡിലേക്ക് ആര് പോയി? നമ്മുടെ ഹോക്കിംഗ് പോയി. ടു സ്റ്റഡി നാച്ചുറൽ സയൻസ്. അവിടെ അവൻ പഠിച്ച സബ്ജക്റ്റ് നാച്ചുറൽ സയൻസ് ആയിരുന്നു. ആൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ ഒരു സ്പെഷ്യലൈസ് ആയിട്ട്, അതായത് ചില സബ്ജക്റ്റിൻ്റെ കൂടെ അതിന് സബായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടി. ദെൻ ഹി ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്. ഈസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ഓൾഡസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഫാദറിൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. അതാണ് ആദ്യത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ഫൗണ്ടഡ് ഇൻ 1249 AD 1249 ഏതുണ്ടായിട്ടുള്ളത്? നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ളത്. Then, nevertheless, for about a year and a half, Hawking was lonely and bored. Then, nevertheless means എന്നിരുന്നാലും, അങ്ങനെയൊക്കെ ആണെങ്കിലും, എന്നിരിക്കലും എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് neverthelessന്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും for about a year and half, ഒരു വർഷവും അത് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഹോക്കിംഗ് വാസ് ലോൺലി. ഹോക്കിങ്ങിന് ഏകാന്തത തോന്നിത്തുടങ്ങി. ആൻഡ് ബോർഡ്, അവനക്ക് വല്ലാണ്ട് ബോറടിച്ചു തുടങ്ങി. ഹി വാസ് നോട്ട് ഇൻസ്പയർഡ് ടു റിലീവ് ഹിസ് ബോർഡം ബൈ എക്സേർട്ടിങ് ഹിംസെൽഫ് അക്കാഡമിക്കലി. ദെൻ ബട്ട് ഹാഫ് വേ ത്രൂ ഹിസ് സെക്കൻഡ് ഇയർ ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. അപ്പോൾ ഫസ്റ്റ് ഒരു 1.5 വർഷം അവനക്ക് ആ ഓക്സ്ഫോർഡിലെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ബോറിങ്ങും ഏകാന്തതയായിരുന്നു. അത് നമ്മൾ ഏത് കോളേജിൽ സ്കൂളിൽ കയറി കഴിഞ്ഞാലും ഫസ്റ്റിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് +1 ആയിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ചൊരു 1.5 ആഴ്ച 2 ആഴ്ച നിങ്ങളുടെ കൂട്ടുകാരൊന്നും ആ ക്ലാസ്സിലില്ല എന്നുണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആയിരിക്കും. ഒരു കമ്പനി ആ ക്ലാസ്സിലാവുന്നത് വരെ സ്കൂളിലേക്ക് വരുന്നത് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു ആർക്ക്? നമ്മുടെ ഹോക്കിങ്ങിനും. ഫസ്റ്റ് ഒരു വർഷവും 1.5 വർഷം അവന് വളരെ ബോർഡായിരുന്നു, അതുപോലെ ഏകാന്തതൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ബട്ട് ആഫ്റ്റർ ഹാഫ് വേ, പകുതി കഴിഞ്ഞ് സെക്കൻഡ് ഇയർ പകുതി ആയപ്പോഴേക്ക് ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. അവൻ ഓക്സ്ഫോർഡിലെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി, ആസ്വദിക്കാൻ തുടങ്ങി. അതിപ്പോൾ ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്തിൽ ഫസ്റ്റ് വർഷം ഒരു വർഷം കഴിഞ്ഞ് 1.5 വർഷമൊക്കെ ആവുന്നത് വരെ നമുക്ക് ദെൻ അപ്പോൾ സെക്കൻഡ് ഇയറൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് നമ്മൾ കോളേജിൽ നമ്മളെ കൂട്ടുകാരെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, പിന്നെ കഴിയരുത് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ആർക്ക്? സ്റ്റീഫൻ ഹോക്കിങ്ങിനും. ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. ദെൻ ഹി ബിക്കെയിം പോപ്പുലർ ആൻഡ് വെൽ ആക്സെപ്റ്റഡ് അമംഗ് ഹിസ് പിയേഴ്സ് മീൻസ് ഗ്രൂപ്പ്സ്, സമപ്രായക്കാർ. ദെൻ ഹി ബിക്കെയിം പോപ്പുലർ, അങ്ങനെ അവനെന്തായി? പോപ്പുലറായി മാറി. ആൻഡ് വെൽ ആക്സെപ്റ്റഡ് എമംഗ് ഹിസ് പിയേഴ്സ്, അവൻ്റെ കൂട്ടുകാർക്കിടയിൽ സമപ്രായക്കാർക്കിടയിൽ അവനെ എല്ലാവരും എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് ആരും മാറി? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് മാറി. ദേ റിമെമ്പർ ഹിം ആസ് ലൈവ്ലി, എല്ലാവരും അവനെ എന്ത് ചെയ്യും? വളരെ ലൈവായിട്ട് തന്നെ റിമെമ്പർ ചെയ്യും. ബോയൻറ്റ് ആൻഡ് അഡാപ്റ്റബിൾ. ഹി വോ ഹിസ് ഹെയർ ലോങ്, അവൻ്റെ മുടി എങ്ങനെയായിരുന്നു? ലോങ് ആയിരുന്നു, നീളമുള്ളതായിരുന്നു. ആൻഡ് വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, പിന്നെ അവൻ്റെ വിറ്റുകളിലൊക്കെ അവൻ വളരെയധികം ഫേമസ് ആയിരുന്നു. നമ്മൾ പല ആളുകളെയും പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓർക്കുക അല്ലേ? ചിലരുടെ രൂപം ഭംഗി കാണുമ്പോൾ നമ്മൾ ഇന്ന ആളുടെ പോലെ എന്ന് പറയും. അപ്പോൾ നമ്മൾ അയാളെ ഓർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ മുടി കാണുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഭയങ്കര തമാശക്കാരനായിരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിയെയും ഓർക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മുടി വലുതായിരുന്നു, അതുപോലെ ഫേമസ് ഫോർ ഹിസ് വിറ്റ്. ദെൻ ലൈക്ക്ഡ് ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ അവന് ഇഷ്ടപ്പെട്ടിരുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കാണ്. ദെൻ സയൻസ് ഫിക്ഷൻ, അവൻ്റെ ഇഷ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മ്യൂസിക്സ്, അതുപോലെ സയൻസ് ഫിക്ഷൻ. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്, പിന്നെ സ്പോർട്സിലും പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആരുടെ അംബിഷൻസ്, അല്ലെങ്കിൽ
ഹോബീസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 820. ഹൗവർ അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ, അങ്ങനെ മൂന്നാമത്തെ വർഷം അവസാനം ഹോക്കിംഗ് ആൾമോസ്റ്റ് ഫ്ലണ്ടേഡ്. ഫ്ലണ്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിന്നിത്തിളങ്ങ്, അതായത് മറ്റുള്ളവരുടെ ഇടയിൽ അവന് ഒരു സ്റ്റാറായിട്ട് മാറി. അവന് ഹോക്കിംഗ് ആൾമോസ്റ്റ് ഫ്ലണ്ടേഡ്. ദെൻ ഹി സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. പിന്നെ അവൻ സെലക്ട് ചെയ്തത് എന്തായിരുന്നു? തിയററ്റിക്കൽ ഫിസിക്സ് ആണ് ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. ഹി ഹാഡ് ബീൻ അപ്ലൈഡ് ടു ഡു PhD. പിന്നെ PhD അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അപ്ലൈ ചെയ്തിരുന്നു അറ്റ് കാംബ്രിഡ്ജ്. എവിടെ? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PhDക്ക് അവൻ അപ്ലൈ ചെയ്തിരുന്നു. ആൻഡ് വാസ് ആക്സെപ്റ്റഡ് ഓൺ കണ്ടീഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടി പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് PhD ചെയ്യാൻ സാധിക്കും. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ്. ഹോക്കിംഗ് എന്തായിരുന്നു? വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹീ കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ദെൻ അവനക്ക് അതിൽ സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് അവനക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, പക്ഷേ എക്സാമിനേഷൻ അടുത്ത് വന്നപ്പോൾ ഹീസ് കോൺഫിഡൻസ് ഫെയിൽഡ്. അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡ് ലൈൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അങ്ങനെ അവന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ബോർഡർ ലൈനായിരുന്നു. ഫേസ്ഡ് വിത്ത് എ ബോർഡ് ലൈൻ റിസൾട്ട് ദ എക്സാമിനേഴ്സ് സമ്മൺഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ. അങ്ങനെ അവന് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് കിട്ടുമെന്നും കാംബ്രിഡ്ജിൽ എന്ത് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം എടുത്തതോട് കൂടിയിട്ട് അവൻ്റെ കോൺഫിഡൻ്റ് ഒക്കെ എന്തായി? കോൺഫിഡൻസ് ഒക്കെ പോയി. ദെൻ അവന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ബോർഡ് ലൈനായിരുന്നു. ദെൻ ഫേസ്ഡ് വിത്ത് എ ബോർഡ് ലൈൻസ് റിസൾട്ട്. ഈ ബോർഡ് ലൈൻ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ അവനക്ക് എന്താ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു? ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ദ എക്സാമിനേഴ്സ് സമ്മൺഡ് ഹോക്കിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ. അവനക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ആൻഡ് ക്വസ്റ്റ്യൻഡ് ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. അവൻ്റെ പ്ലാൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്തത്? അവർ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇൻസ്പൈറ്റ് ഓഫ് ദ ടെൻസ്നെസ് ഓഫ് ദ സിറ്റുവേഷൻ ഹോക്കിംഗ് മാനേജ്ഡ് ടു കം വിത്ത് the kind of remark for which he was famous among his friends. അപ്പോൾ അവൻ്റെ ആ ടെൻസ്നെസ് ആയിട്ടുള്ള അത്തരം ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്തു? ഹോക്കിംഗ് മാനേജ്ഡ് എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. കം അപ്പ് വിത്ത് എ കൈൻഡ് ഓഫ് റിമാർക്ക്. അവൻ്റെ കൂട്ടുകാർ അവനെ ആക്സെപ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? അവൻ്റെ വിറ്റുകൾ ആയിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് അവനെ ഓർത്തിരുന്നത് അവൻ്റെ വിറ്റുകൾ ആലോചിച്ചിട്ടായിരുന്നു അല്ലേ. ദെൻ ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ കൂട്ടുകാർക്കിടയിൽ അവൻ ഫേമസ് ആയത് അവൻ്റെ വിറ്റ് കാരണമായിരുന്നു. ഇവിടെയും അവൻ്റെ അത് തന്നെയാണ് എന്ത് ചെയ്തത്? ആക്സെപ്റ്റ് ചെയ്തത്. ദെൻ ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. ഞാൻ എവിടെ പോവും? കാംബ്രിഡ്ജിൽ പഠിക്കും. എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാംബ്രിഡ്ജിൽ പഠിക്കും. അതല്ല ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡാണ് ലഭിക്കുന്നതെങ്കിൽ ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. ഞാൻ ഈ ഓക്സ്ഫോർഡിൽ തന്നെ നിൽക്കുമെന്നാണ് അവൻ എന്ത് ചെയ്തത്? അവരോട് അവൻ്റെ പ്ലാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. മനസ്സിലായോ? അതായത് അവനോട് അവൻ്റെ പ്ലാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇഫ് ഐ ഗോട്ട് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കാംബ്രിഡ്ജിൽ PhD ചെയ്യാൻ പോവും. അതല്ല ഇഫ് ഐ ഗെറ്റ് സെക്കൻഡ്, എനിക്ക് സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്തായിരിക്കും? ഞാൻ ഇവിടെ തന്നെ തുടരേണ്ടി വരും ഓക്സ്ഫോർഡിൽ. സോ ഐ എക്സ്പെക്റ്റ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ദാറ്റ് യു വിൽ ഗിവ് മീ ഫസ്റ്റ്, നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഓക്സ്ഫോർഡ് വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ളൊരു മറുപടിയാണ് പറഞ്ഞത്. സോ ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ്, അങ്ങനെ അവനക്ക് ഫസ്റ്റ് കിട്ടി. ആൻഡ് ഹി വെൻറ്റ് ടു കാംബ്രിഡ്ജ്, അങ്ങനെ അവൻ കാംബ്രിഡ്ജിൽ ഓക്സ്ഫോർഡിൽ നമ്മുടെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ പോലെ തന്നെ ഫസ്റ്റ് ഇയർ വളരെ മോശമായിരുന്നു. ദെൻ ഹിസ് സ്ലിപ്പ് ഷോർട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റീവ്ലി എക്സ്ട്രീംലി ടഫ്. അങ്ങനെ അവൻ്റെ
സ്ലിപ്പ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി എന്നാണ്. മാത്തമാറ്റിക്സിൽ അവന് മോശമായി. ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം ആൻഡ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റീവ്ലി എക്സ്ട്രീംലി ടഫ്. അവന് വളരെ ടഫായിട്ട് തോന്നി. അനദർ ഫാർ മോർ ഡിസാസ്റ്റേഴ്സ് പ്രോബ്ലംസ് അറൗണ്ട് ദെൻ. അതുമാത്രമല്ല അവനെ ചുറ്റിപ്പറ്റിയിട്ട് വേറെയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. ഇനി എന്താണ് ആ പ്രോബ്ലംസ് എന്ന് പറയാം. ഡ്യൂറിങ് ഹിസ് 3rd ഇയർ അറ്റ് ഓക്സ്ഫോർഡ്. അവന് ഓക്സ്ഫോർഡിലായിരുന്ന സമയത്ത് 3rd ഇയർ 3ാമത്തെ വർഷം ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. അവനക്ക് ഒരു അസുഖം വന്നിരുന്നു. അതായത് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവന് ഓക്സ്ഫോർഡിൽ ലാസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഓക്സ്ഫോർഡിൽ ഡിഗ്രി അല്ലേ. ദെൻ അങ്ങനെ ഹി ഹാഡ് ഫോളൻ once or twice for no apparent reason. യാതൊരു കാരണവും ഇല്ലാതെ 1-2 തവണ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീണിട്ടുണ്ട്. 1-2 തവണ യാതൊരു കാരണവുമില്ലാതെ അവന് വീണിട്ടുണ്ടായിരുന്നു. എവിടുന്ന്? നമ്മുടെ ഓക്സ്ഫോർഡിൽ പഠിച്ചിരുന്ന സമയത്ത്. Then the following autumn at Cambridge he had trouble tying his shoes. അങ്ങനെ ഇതിനെ തുടർന്ന് നമ്മൾ കാംബ്രിഡ്ജിലെത്തിയതിന് ശേഷവും ഓട്ടം സീസൺ ആയതോട് കൂടിയിട്ട് ഹി ഹാഡ് ട്രബിൾ, അവനക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ടൈയിങ് ഹിസ് ഷൂസ്, ടൈയിങ് ഹിസ് ഷൂസ് എന്ന് പറഞ്ഞാൽ കാലുകൾ തമ്മിൽ എന്ത് ചെയ്യുക, പിണയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണയുക. ആൻഡ് സംടൈംസ് ഹി ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സംസാരിക്കുന്നതിലും വളരെയധികം ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് ആര് ഫേസ് ചെയ്യാൻ തുടങ്ങിയത്? ഇതാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫിൽ ഫസ്റ്റ് പ്രോബ്ലംസ് വന്ന് തുടങ്ങുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതുപോലെ നമ്മളെ കാംബ്രിഡ്ജിലെത്തിയപ്പോഴും അവർക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നു. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഇൻഷാ അല്ലാ. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ടീച്ചർ വായിച്ചു തരാം. ആൻസർ എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. ദെൻ ഇനി നമുക്ക് നോക്കാം, വാട്ട് ഡു യു ലേൺ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ചൈൽഡ്ഹുഡ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് എന്നുള്ളത് എഴുതുക. നെക്സ്റ്റ് വരുന്നത് കമൻറ്റ് ഓൺ ഹോക്കിങ്സ് ലൈഫ് അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ അവൻ്റെ ലൈഫിനെ കുറിച്ചാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വാട്ട് ഒപ്പീനിയൻ ഡിഡ് ഹോക്കിങ്സ് പിയർ അറ്റ് ഓക്സ്ഫോർഡ് ഹാവ് അബൌട്ട് ഹിം. അത് ഇതിനെ നേരെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഹോക്കിങ്ങിൻ്റെ കൂട്ടുകാർ അവനെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് സൈറ്റ് ആൻ എക്സാമ്പിൾ ടു പ്രൂവ് ദാറ്റ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ഷാർപ്പ് വിറ്റഡ്. ഡിഡ് ഹിസ് വിറ്റ് ഹെൽപ്പ് ഹിം ഇൻ എനി വേ. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് വളരെയധികം വിറ്റ് പറയുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നിങ്ങളോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്സാമ്പിളാണ് ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ് ആൻഡ് ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ് സോ ഐ അക്സെപ്റ്റ് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫസ്റ്റ്. ഇനി അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ സഹായിച്ചോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഹിം ടു ഗെറ്റ് സീറ്റ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവനക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അവനെ സഹായിച്ചു എന്നുള്ളത് നിങ്ങൾ എഴുതാം. ദെൻ സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. വൈ? സ്റ്റീഫൻ്റെ ഫസ്റ്റ് ഇയർ ഓക്സ്ഫോർഡിനേക്കാളും മോശമായിരുന്നു കാംബ്രിഡ്ജിൽ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഓക്സ്ഫോർഡിൽ അവനെ പിന്തുടർന്നത് ലോൺലിനെസ്സും ബോർഡമായിരുന്നുവെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാംബ്രിഡ്ജിൽ പിന്തുടർന്നത് മാത്സിലുള്ള ബുദ്ധിമുട്ടും അതുപോലെ അവൻ്റെ എന്തായിരുന്നു രോഗവുമായിരുന്നു അവനെ എന്ത് ചെയ്തത്, അഫക്റ്റ് ചെയ്തത്. അപ്പോൾ ആൻസർ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരിക. ഇൻഷാ അല്ലാ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.